ഞങ്ങള് വീടിന്റെ പണിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് കിച്ചണെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല വീട് പണിയുന്നതിന്. അപ്പം അതിനെ പറ്റിയ ആൾക്കാരെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ചെമ്പോത്ര സ്റ്റീൽസിലോട്ട് എത്തിപ്പെടുന്നത്. പക്ഷെ അവരത് വളരെ ഭംഗിയായിട്ട് നമുക്കിപ്പോ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന SS-ലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വെള്ളം കറക്റ്റ് ഡ്രോപ്പ് ഇവിടേക്ക് മാത്രം വീഴാൻ പാകത്തിന് സെറ്റ് ചെയ്ത് അത് ചെയ്ത് വെച്ചേക്കുന്നു. അതേപോലെ തന്നെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തന്നിരിക്കുകയാണ് അവര്. നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ പാകത്തിന് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് അത് SS-ലാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്. SS-ൽ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സാധനം മരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം ഇതൊക്കെ ചതില് പിടിച്ചും ഒക്കെ പോവും. ആ സമയം ഫെറോ സിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഒരു സമയം കഴിയുമ്പോൾ ഈ സിമെന്റ് എത്രയാണെങ്കിലും വിരിഞ്ഞു വന്ന് ഒരു 10 വർഷം കഴിയുമ്പോൾ മെയിൻ്റെനൻസ് വരേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരികയാണ് പല വീടുകളിലും, എന്റെ സുഹൃത്തുക്കളുടെ പല വീടുകളിലും. അതേപോലെ തന്നെ ഇതൊക്കെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് നല്ല ഇതായിട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് പാകത്തിന്. ഇതിപ്പം നമ്മള് മൾട്ടിവുഡിലും അല്ലെങ്കിൽ സിമെന്റ് ബോർഡിലും ഒക്കെ ചെയ്യുമ്പോഴേ മൾട്ടിവുഡിലും സിമെന്റ് ബോർഡിലും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ അതിന്റെ ലൈഫ് തീരുകയാണ്. ഇപ്പൊ സിമെന്റ് ബോർഡ് ഇപ്പോൾ വന്നിട്ടുള്ളെങ്കിലും മൾട്ടിവുഡൊക്കെ ചെയ്തവരുടെ എല്ലാവരെയും കാശ് പോയി. അതേപോലെ മരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിച്ചൺ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ അതും കംപ്ലൈന്റ് ആവുകയാണ്. പെട്ടെന്ന് ചെതല് കയറാനൊക്കെ ഇത് സാധ്യതയുണ്ട്. എത്ര നല്ല തേക്ക് ഉപയോഗിച്ചാലും എണ്ണത്തേക്ക് അല്ലെങ്കിൽ അത് ചെതല് പിടിക്കും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മളിത് മെയിനായിട്ട് SS-ലോട്ട് ചെയ്തത്. അത് ഇവർ വളരെ ഭംഗിയായിട്ട് ചെമ്പോത്ര സ്റ്റീൽസ് ചെയ്തും തന്നു. ഇതിപ്പോ നമ്മൾക്കൊരു ചെറിയൊരു ഓപ്പൺ കിച്ചന്റെ ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സിമ്പിളുള്ള കിച്ചൺ, അതായത് നമുക്ക് റഫ് യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കണ്ടേ. അതിന് ഇവിടെയാണ് ചെമ്പോത്ര സ്റ്റീൽസ് അവര് ഇത് വർക്കൗട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് GP-യിലാണ് പണിതിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് അയണിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഭാഗത്തിന് ഇതുണ്ടോ, ഗ്ലാസ് ഡോറയില് കംപ്ലീറ്റ് വലിയ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് വെക്കാം. പിന്നെ അടിയിലാണെങ്കിലും നമുക്ക് അടിയൊക്കെ അടിച്ചു വാരാവുന്ന വിധത്തില് ഭംഗിയായിട്ട് കാലൊക്കെ കൊടുത്ത് അവർ ഭംഗിയായിട്ട് പണിത് തന്നിരിക്കുന്നത്. സിമ്പിളായിട്ട്, ഒരുപാട് ഇതൊന്നുമില്ല, ഒരുപാട് കള്ളികളോ ഡ്രോയോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തു തന്നിരിക്കുന്നത്.